ഒരു താന്തോന്നിയായ കുട്ടിയുടെ കഥയാണ്. അവൻ സ്കൂളിൽ പോകാറുണ്ടെങ്കിലും പഠിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് അവൻ വരുന്നത്. ടീച്ചേഴ്സിനെ ആരെയും അവൻ സർ എന്നോ മിസ്റ്റർ എന്നോ വിളിക്കില്ല. എല്ലാ ടീച്ചേഴ്സിനെയും യാതൊരു ബഹുമാനവും ഇല്ലാതെ പേര് മാത്രം പറഞ്ഞു വിളിക്കുന്ന അത്രയും കുരുത്തക്കേടുള്ള ഒരു കുട്ടി. അങ്ങനെ ഒരു ദിവസം അവൻ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് കറങ്ങിത്തിരിഞ്ഞ് ലൈബ്രറിയിലേക്ക് എത്തുകയാണ്. അപ്പൊ ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങൾക്കിടയിൽ ഒരു പുസ്തകത്തിന്റെ പുറം ചട്ടയിൽ അവന്റെ കണ്ണുടക്കി. അത് നോക്കുമ്പോൾ ഫ്രാങ്ക് എർബി എഴുതിയ ദ ട്രഷർ ഓഫ് പ്ലസന്റ് വാലി എന്ന പുസ്തകമാണ്. ആ പുറംചട്ടയിലുള്ളത് അർദ്ധനഗ്നയായ ഒരു സ്ത്രീ ഇരുന്ന് പുകവലിക്കുന്ന ചിത്രമാണ്. അത് ആ 16 വയസ്സുകാരൻ കുട്ടിയെ പ്രലോഭിപ്പിക്കുന്ന ഒന്നായിരുന്നു. അങ്ങനെ അവൻ ആ പുസ്തകം അവിടെ നിന്ന് മോഷ്ടിക്കുകയാണ്. മോഷ്ടിച്ചെടുത്ത പുസ്തകവുമായിട്ട് അവൻ വീട്ടിലേക്ക് പോയി. ആദ്യത്തെ 3-4 പേജ് വായിച്ചപ്പോൾ കൂടുതൽ വായിക്കാൻ തോന്നി. അങ്ങനെ ആ പുസ്തകം മുഴുവനായിട്ട് അവൻ വായിച്ചു തീർക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വായിച്ചു കഴിഞ്ഞ ആ പുസ്തകം ആരും കാണാതെ തിരിച്ചു കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറിയിൽ എത്തിയപ്പോൾ ആ പുസ്തകം ഇരുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഇതേ ഓതറുടെ മറ്റൊരു പുസ്തകം. ഈ പുസ്തകം അവിടെ വെച്ച് അവൻ രണ്ടാമത്തെ പുസ്തകം എടുത്ത് വീട്ടിലേക്ക് പോയി. അടുത്ത ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവൻ ആ പുസ്തകവും മുഴുവനായിട്ട് വായിച്ചു തീർത്തു. അത് തിരിച്ചു കൊണ്ടുവെക്കാൻ ചെന്നപ്പോൾ അവിടെ അതേ ഓതറുടെ മറ്റൊരു പുസ്തകം വീണ്ടും. ഇങ്ങനെ ഒരു 4 പുസ്തകം വായിച്ചു കഴിയുമ്പോഴേക്ക് ഈ വായനയുടെ സുഖം അവന് മനസ്സിലായി. പിന്നീട് അങ്ങോട്ട് വായനയോട് വായനയാണ്. വായിച്ച് കുട്ടികൾക്കൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വളരെ ഗഹനമായ പുസ്തകങ്ങൾ പോലും അവൻ വായിച്ചു തുടങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അവൻ പത്രങ്ങളും മാസികകളും വായിച്ചു തുടങ്ങി. പതിയെ സ്കൂളിലെ പുസ്തകങ്ങളും വായിച്ചു തുടങ്ങി. അങ്ങനെ പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്ന ആ കുട്ടി സ്കൂളിലെ പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി കോളേജിലെത്തി നിയമത്തിൽ ബിരുദം നേടി 1991 അർക്കൻസാസിലെ കറുത്ത വർഗക്കാരനായ ആദ്യത്തെ ജില്ലാ പ്രോസിക്യൂഷൻസ് അറ്റോർണിയായിട്ട് മാറി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ജഡ്ജായും അയാൾ വളർന്നു. അയാളുടെ പേര് ഒല്ലി നീൽ. ഒരുപക്ഷെ ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ കഥയില് നമ്മുടെ ഒല്ലി നീലിന് വായനയോട് തോന്നിയ ഒരു ഭ്രമമുണ്ടല്ലോ, വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നിക്കൊണ്ടേയിരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ, അത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ലഹരി. ലഹരിയുടെ ഡെഫിനിഷൻ എടുത്ത് നോക്കണം. എന്തൊന്നാണോ നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്നത്, വീണ്ടും വീണ്ടും കാണാനും ഉപയോഗിക്കാനും തോന്നിക്കൊണ്ടേയിരിക്കുന്നത്, അതൊക്കെയും ലഹരിയാണ്. അങ്ങനെ നോക്കുമ്പോൾ വായന ലഹരിയാണ്, ചിലർക്ക് ഫുട്ബോൾ ലഹരിയാണ്, മറ്റു ചിലർക്ക് ക്രിക്കറ്റ് ലഹരിയാണ്, യാത്രകൾ, സംഗീതം, ഇതെല്ലാം തന്നെ ലഹരിയാണ്. പക്ഷെ ഇതെല്ലാം വളരെ നാച്ചുറൽ ആയിട്ടുള്ള ലഹരികളാണ്. ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ലഹരി ഒരാൾക്ക് കിട്ടാതെ വരുമ്പോഴല്ലേ സിന്തറ്റിക് ആയിട്ടുള്ള ലഹരി തേടി പോകാനുള്ള സാധ്യതയുള്ളത്. ചില തൈറോയിഡ് പേഷ്യൻസിനെയൊക്കെ കണ്ടിട്ടില്ലേ, അവരുടെ ശരീരത്തിലെ തൈറോയിഡ് ഗ്രന്ഥി ആവശ്യമായ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാതെ വരുമ്പോൾ ശരീരത്തിന് ആവശ്യമായ തൈറോയിഡ് ഹോർമോൺ ഓരോ ദിവസവും സിന്തറ്റിക്കായി ഇങ്ങനെ ഗുളിക രൂപത്തിൽ അവർക്ക് കഴിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ലഹരിയും. പക്ഷെ നാച്ചുറൽ അല്ലാത്ത എല്ലാത്തിനും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. അതുപോലെ സിന്തറ്റിക് ആയ ലഹരിക്കും വലിയ സൈഡ് എഫക്റ്റുകൾ ഉണ്ട്. അത്